നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യ സംഘർഷഭരിതം. തുടർച്ചയായ 5-ാം ദിവസവും ഇറാനെ ആക്രമിച്ച അമേരിക്ക. തിരിച്ചടിച്ചെന്ന് ഇറാൻ. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ആക്രമണം. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങി വരണമെന്ന് ഡൊണാൾഡ് ട്രംപ്. അസ്തിത്വത്തിന്റെയും നിലനിൽപ്പിന്റെയും യുദ്ധമെന്ന ഇറാൻ നേതാവ് മുഹമ്മദ് ബാഗർ ഗാലിബഫ്. രാജ്യത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും ഏകീകൃത ദേശീയ ലൈസൻസിംഗ് സംവിധാനവുമായി UAE. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനും ഭരണ സംവിധാനം കൂടുതൽ സുതാര്യമാക്കാനും ലക്ഷ്യം. ആസൂത്രണ ബോർഡ് നിയമനത്തിലെ മുഴുവൻ രേഖകളും വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് തള്ളി PSC. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്കുകൾ വെളിപ്പെടുത്താനാകില്ല എന്ന ഉദ്യോഗാർത്ഥികൾക്ക് മറുപടി. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ PSC അപ്പീൽ നൽകും. PSC ആസ്ഥാനത്തെത്തി നിയമന രേഖകൾ പരിശോധിച്ച് ക്രൈംബ്രാഞ്ച്. കൂടംകുളത്തെ ആണവ സുരക്ഷയെ ബാധിക്കുന്ന ഡാറ്റ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന ആണവോർജ്ജ കോർപ്പറേഷൻ. ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ട രേഖകൾ പ്ലാന്റിന്റെ പൊതുസേവന സൗകര്യങ്ങളെന്ന് വിശദീകരണം. ചോർന്നത് അനുബന്ധ സൗകര്യങ്ങളുടെ കരാറുള്ള റിലയൻസിൽ നിന്ന് മാത്രമെന്നും NPCIL. മ്യാൻമാർ തീരത്ത് നിന്ന് കഴിഞ്ഞ മാസം റോഹിംഗ്യൻ അഭയാർത്ഥികൾ പുറപ്പെട്ട 2 ബോട്ടുകൾ മുങ്ങി. 500-ലേറെ മരണം. അപകടത്തിൽപ്പെട്ടത് വിവിധ രാജ്യങ്ങളിലേക്ക് അഭയം തേടി യാത്ര തിരിച്ചവർ. കൂടുതലും സ്ത്രീകളും കുട്ടികളും. കൂടുതൽ പേർ മരിച്ചിട്ടുണ്ടാകാമെന്ന ഐക്യരാഷ്ട്ര സംഘടന. ജൂൺ 17 രൂപപ്പെട്ട US ഇറാൻ സമാധാന കരാർ അസാധുവെന്നും ഇറാൻ ജനത നടത്തുന്നത് അസ്തിത്വത്തിന്റെയും നിലനിൽപ്പിന്റെയും യുദ്ധമെന്നും സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകി ഇറാൻ നേതാവ് മുഹമ്മദ് ബാഗർ ഗാലിബഫ്. നിലവിലെ സാഹചര്യങ്ങളിൽ അമേരിക്കയുമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന കരാർ ഇല്ലാതായി എന്നാണ് മുഹമ്മദ് ഗാലിബഫ് നിലപാട് വ്യക്തമാക്കിയത്. സൈന്യത്തിന് സാഹചര്യമനുസരിച്ച് യുദ്ധം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൾഫ് മേഖലകളിലെ അമേരിക്കൻ സൈന്യത്തിന്റെ അടിത്തറ ഇളക്കും എന്ന മുന്നറിയിപ്പും ഇറാൻ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്നാൽ സമാധാന കരാറിൽ ഉറച്ചു നിൽക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ നയതന്ത്രപരമായ ഇടപെടലിന് തയ്യാറാണെന്നും ഗാലിബഫ് വ്യക്തമാക്കി. രാജ്യത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും ഏകീകൃത ദേശീയ ലൈസൻസിംഗ് സംവിധാനം പ്രഖ്യാപിച്ച UAE. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനും ഭരണ സംവിധാനം കൂടുതൽ സുതാര്യമാക്കാനും ലക്ഷ്യമിട്ടുള്ള ചരിത്രപരമായ പരിഷ്കാരത്തിന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അംഗീകാരം നൽകി. സർവകലാശാലകളുടെയും കോളേജുകളുടെയും വിവരങ്ങൾ ഇനി ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയത്തിന്റെ ദേശീയ ഡാറ്റാബേസുമായി നേരിട്ട് ബന്ധിപ്പിക്കും. ഇതുവഴി ലൈസൻസിംഗ് നടപടികൾ വേഗത്തിലാക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നിരീക്ഷിക്കാനും സാധിക്കും. ഫ്രീ സോണുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രാദേശിക അതോറിറ്റികളുമായി ഏകോപനം ഉറപ്പാക്കിയാണ് പുതിയ സംവിധാനം നടപ്പാക്കുക. മ്യാൻമാർ തീരത്ത് അഭയാർത്ഥികളുമായി പോയ ബോട്ടുകൾ മുങ്ങി 500-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച 2 ബോട്ടുകളാണ് മറിഞ്ഞത്. ജൂൺ അവസാനമാണ് അപകടമുണ്ടായത് എന്നാണ് വിവരം. സംഭവത്തിന്റെ കൃത്യമായ വിവരങ്ങളും മരണസംഖ്യയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മ്യാൻമാറിലെ റാഖോം സംസ്ഥാനത്തു നിന്നും പുറപ്പെട്ട റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ 2 ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികൾ നൽകുന്ന വിവരമനുസരിച്ച് യാത്ര പുറപ്പെട്ട് തൊട്ടുപിന്നാലെ 250ഓളം ആളുകളുമായി പോയ ഒരു ബോട്ടുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ജൂലൈ 8-ന് മ്യാൻമാറിന്റെ അയ്യാരവതി തീരത്തിന് സമീപം 280 പേരുമായി സഞ്ചരിച്ച 2ാമത്തെ ബോട്ട് മുങ്ങിയതായും കണക്കാക്കുന്നു. വൻതോതിലുള്ള ജീവഹാനി സംഭവിച്ചിരിക്കാമെന്നും അതീവ ആശങ്കയിലാണെന്നും ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു. സാധാരണയായി കടൽ യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്ത അപകട സാധ്യത നിറഞ്ഞ കാലാവസ്ഥയിലാണ് ബോട്ടുകൾ യാത്ര തിരിച്ചതെന്ന് UN ഏജൻസികൾ ചൂണ്ടിക്കാട്ടി. ഇത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. മ്യാൻമറിൽ നിന്നും സുരക്ഷിത താവളങ്ങൾ തേടി യാത്ര തിരിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വർഷം മാത്രം റോഹിംഗ്യൻ അഭയാർത്ഥികളും ബംഗ്ലാദേശ് പൗരന്മാരും ഉൾപ്പെടെ 300ഓളം പേർ ആൻഡമാൻ കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി കാണാതാവുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് UN ഏജൻസികൾ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ നവംബറിലും തായ്ലൻഡ് മലേഷ്യ അതിർത്തിക്ക് സമീപമുള്ള ലങ്കാവിയിൽ റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പോയ ബോട്ട് മുങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV.
തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട രേഖകൾ ചോർന്ന് ഡാർക്ക് വെബിലെത്തിയ സംഭവത്തിൽ ആശങ്ക വേണ്ട എന്ന് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ചോർന്ന രേഖകൾ ആണവ റിയാക്ടറുകളുടെ പ്രധാന സുരക്ഷാ സംവിധാനങ്ങളുമായോ ആണവ സുരക്ഷയുമായോ ബന്ധപ്പെട്ടതല്ല എന്നും പ്രധാന വിവരങ്ങൾ സുരക്ഷിതമെന്നും അധികൃതർ വ്യക്തമാക്കി. ആണവ നിലയത്തിന്റെ അനുബന്ധ സൗകര്യങ്ങളുടെ കരാറുള്ള റിലയൻസിൽ നിന്ന് മാത്രമാണ് ഡേറ്റ ചോർന്നത്. ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ട രേഖകൾ പ്ലാന്റിന്റെ പൊതുസേവന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിവരങ്ങൾ മാത്രമാണെന്നും ആണവ സുരക്ഷാ സംവിധാനങ്ങൾ, റിയാക്ടർ നിയന്ത്രണ സംവിധാനങ്ങൾ, സുരക്ഷാ പ്രോട്ടോകോളുകൾ എന്നിവയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. ആണവ നിലയത്തിലെ 3-4 യൂണിറ്റുകളുടെ ചില അടിസ്ഥാന സൗകര്യ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ പങ്കാളിയായിരുന്നു. റിലയൻസ് ഗ്രൂപ്പിന്റെ വിശദീകരണമനുസരിച്ച് മൂന്നാം കക്ഷി ഡേറ്റാ സെന്റർ സേവനദാതാവായ യോട്ട ഡേറ്റാ സർവീസസ് ഹോസ്റ്റ് ചെയ്ത സർവറിലാണ് ആക്രമണമുണ്ടായത്. സർവറിൽ സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയ ഉടൻ തന്നെ അവ തടഞ്ഞതായി കമ്പനി അറിയിച്ചു. അതേസമയം ഡാർക്ക് വെബിൽ ലഭ്യമായ 2016-നും 2025-നും ഇടയിലുള്ള രേഖകളിൽ ബ്ലൂ പ്രിന്റുകൾ, വിതരണക്കാരുടെ വിവരങ്ങൾ, യോഗങ്ങളുടെയും പരിശോധനകളുടെയും റെക്കോർഡുകൾ, ഉപകരണങ്ങളുടെ അവലോകനങ്ങൾ, ഇൻഷുറൻസ് പോളിസികൾ എന്നിവ ഉൾപ്പെടുന്നു എന്നാണ് വിവരം. വേൾഡ് ലീക്സ് വെബ്സൈറ്റിൽ ലഭ്യമായ ആകെ 8,58,000 റിലയൻസ് ഫയലുകളിൽ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ അടങ്ങിയവയാണ് കൂടംകുളവുമായി ബന്ധപ്പെട്ട 19,000 ഫയലുകൾ. റിലയൻസിന്റെ ഉപകമ്പനിയായ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ കൂടംകുളം നിലയത്തിന്റെ 3-4 യൂണിറ്റുകളുടെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമുള്ള കരാർ 2018-ൽ സ്വന്തമാക്കിയിരുന്നു. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഈ 2 യൂണിറ്റുകളും 2027ഓടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവ രണ്ടും കൂടി ആകെ 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്തെത്തി രേഖകൾ പരിശോധിച്ചു. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചതു മുതൽ അഡ്വൈസ് മെമ്മോ നൽകിയതുവരെയുള്ള എല്ലാ രേഖകളും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുകയാണ്. അതിനിടെ ആസൂത്രണ ബോർഡ് നിയമനത്തിന്റെ രേഖകൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവും തള്ളിയിരിക്കുകയാണ് PSC. പരീക്ഷാ രേഖകൾ നൽകാനാകില്ല എന്ന് ഉദ്യോഗാർത്ഥികളെ അറിയിച്ചു. ആസൂത്രണ ബോർഡ് നിയമനം ഉൾപ്പെടെ ആരോപണമുയർന്ന എല്ലാ പരീക്ഷകളിലും ക്രമക്കേടുകൾ വിശദമായി അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ക്രൈംബ്രാഞ്ച് സംഘം. ഇതിന്റെ ഭാഗമായി PSC ആസ്ഥാനത്ത് അന്വേഷണ സംഘം എത്തി രേഖകൾ പരിശോധിച്ചു. നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുന്നത്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചതു മുതൽ അഡ്വൈസ് മെമ്മോ നൽകിയതുവരെയുള്ള എല്ലാ രേഖകളും പരിശോധിക്കുന്നു. ഇതിനിടെ ആസൂത്രണ ബോർഡ് നിയമനത്തിലെ മുഴുവൻ രേഖകളും അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് PSC തള്ളി. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉടൻ പുറത്തുവിടണമെന്നാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ പരീക്ഷാ രേഖകൾ നൽകാനാകില്ല എന്ന് അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികളെ PSC അറിയിച്ചിരിക്കുന്നു. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് PSC. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം തുടരുന്നു. വൈദ്യുതിയുടെ ആവശ്യം വൻതോതിൽ ഉയർന്നതും മഴ ലഭ്യതയുടെ കുറവും നിയന്ത്രണത്തിന്റെ പ്രധാന കാരണമായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം പ്രതിസന്ധി പരിഹരിക്കാൻ ചീമേനി പദ്ധതി സജീവമാക്കുമെന്നും സമവായത്തിനായി സർക്കാർ മുന്നിട്ടിറങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുത്തനെ കൂടിയെന്ന് കണക്കുകൾ നിരത്തിയാണ് KSEB അധികൃതരും വൈദ്യുതി മന്ത്രിയും വ്യക്തമാക്കുന്നത്. നിലവിൽ വൈദ്യുതി ഉപഭോഗത്തിൽ 1000 മെഗാവാട്ടിന്റെ വർധനവുണ്ടായിട്ടുണ്ട്. കടുത്ത ചൂടും മഴയുടെ കുറവും ഉൽപാദനത്തിലുണ്ടായ ഇടിവും പ്രതിസന്ധിക്ക് കാരണമായി. നമ്മളുടെ കാലാവസ്ഥയിൽ വന്ന വലിയ വ്യതിയാനമാണ് അതിന്റെ കാരണം, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം നമുക്ക് ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 1000-ലധികം മെഗാവാട്ട്, 4600 മുതൽ 4800 വരെ മെഗാവാട്ടായിട്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ജലസംഭരണികളിലെ ജലനിരപ്പ് 60% ഇപ്രാവശ്യം അത് പകുതിയിൽ താഴെ 28% കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ട സമയമാണിത്. ഉൽപാദനക്കുറവ് മൂലം അതിനും തടസ്സം നേരിടുന്നുണ്ട്. കടുത്ത പ്രതിസന്ധിക്ക് പരിഹാരമായി കാസർഗോഡ് ചീമേനിയിൽ നിർദ്ദിഷ്ട ആണവ നിലയം സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും വൈദ്യുതി മന്ത്രി ചൂണ്ടിക്കാട്ടി. സമവായ ചർച്ചകൾക്ക് സർക്കാർ തന്നെ മുൻകൈയെടുക്കും. എല്ലാ കക്ഷികളുമായും കൂടിയാലോചന നടത്തി മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്നും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി നിയന്ത്രണത്തിൽ കടുത്ത വിമർശനവുമായി CPI രംഗത്ത് വന്നു. UDF ഇരുട്ടിനെ വരവേൽക്കുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിഹസിച്ചത്. LDF പോയി, UDF വന്നു, പവർ കട്ടും വന്നു എന്ന് പറഞ്ഞാൽ
UDF എന്നാൽ പവർ കട്ട് എന്നാണ്. UDF എന്നാൽ വെളിച്ചത്തെ അകറ്റുന്നുവെന്നാണ്. UDF എന്നാൽ ഇരുട്ടിനെ വരവേൽക്കുന്നുവെന്നാണ്. അതാണ് രാഷ്ട്രീയം. LDF രാഷ്ട്രീയം വെളിച്ചമാണെങ്കിൽ UDF രാഷ്ട്രീയം ഇരുട്ടാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വൈദ്യുതി പ്രതിസന്ധി സർക്കാരിന്റെ തട്ടിപ്പെന്ന് മുൻ വൈദ്യുതി മന്ത്രി M. മണി. ഇല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കി സ്വകാര്യ മേഖലയ്ക്ക് കടന്നുവരാനുള്ള അവസരമൊരുക്കുന്നു. മുൻപും മഴയിൽ കുറവുണ്ടായത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാണ് ഇത് പരിഹരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഉള്ളത് ഉപയോഗിക്കുക, ഫലപ്രദമായി. രണ്ടാമത് പോരാത്തത് വാങ്ങുക. കിട്ടാനുണ്ട് ഇഷ്ടം പോലെ, വില കൊടുത്താൽ മതി. അത് വാങ്ങാതെ ഒരുമാതിരി തട്ടിപ്പാണ് സതീശനും കൂട്ടരും കൂടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സതീശനും കൂട്ടുകാതെ വൈദ്യുതി മന്ത്രിയത്, പക്ഷെ മുഖ്യമന്ത്രിയല്ലേ നിലപാടെടുക്കേണ്ടത്. വൈദ്യുതി മന്ത്രിയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾ അങ്ങനെ സർവ്വസാധാരണമാണെന്ന് ഞാൻ കരുതുന്നില്ല. മുസ്ലിം ലീഗ് മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നതിൽ ലീഗ് നേതൃത്വത്തിൽ കടുത്ത അമർഷം. പ്രശ്നം പരിഹരിക്കാൻ ലീഗ് മന്ത്രിമാരുടെ യോഗം നാളെ പാണക്കാട് ചേരുന്നുണ്ട്. മന്ത്രിമാർ പാർട്ടിയെയോ യൂത്ത് ലീഗ്, MSF തുടങ്ങി പോഷക സംഘടനകളെയോ പരിഗണിക്കുന്നില്ല എന്ന പരാതി ശക്തമായതോടെയാണ് പ്രശ്നപരിഹാരത്തിനായി നേതൃത്വം അടിയന്തര യോഗം വിളിച്ചത്. രാവിലെ പാണക്കാടാണ് യോഗം നടക്കുക. ആവശ്യങ്ങൾക്കും പരാതികൾക്കും വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്നും കോൺഗ്രസ് MLA മാർ കാണിക്കുന്ന പരിഗണന പോലും ലീഗ് മന്ത്രിമാരിൽ നിന്നും ലഭിക്കുന്നില്ലെന്നുമുള്ള വികാരം അണികൾക്കിടയിൽ വ്യാപകമാണ്. പാർട്ടിക്ക് അതീതമായി മന്ത്രിമാർ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ജനപ്രതിനിധികളുടെ പ്രകടനം വിലയിരുത്താനുമാണ് നേതൃത്വത്തിന്റെ തീരുമാനം. സ്റ്റാഫ് നിയമനങ്ങൾ, PM ശ്രീ പദ്ധതി, മദ്യനയത്തിലെ നികുതി പരിഷ്കാരം തുടങ്ങിയ വിഷയങ്ങളിലെ നിലപാടുകളും യോഗം ചർച്ച ചെയ്യും. ചായ സൽക്കാരം എന്ന പേരിൽ വിളിച്ചു ചേർക്കുന്ന യോഗം മന്ത്രിമാർക്ക് കടിഞ്ഞാണിടാനാണെന്നാണ് വിലയിരുത്തുന്നത്. സംഘടനാ സംവിധാനത്തെ അവഗണിച്ച് പ്രവർത്തിക്കാൻ പാടില്ലെന്നും പാർട്ടി അണികളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്നും നേതൃത്വം മന്ത്രിമാരോട് ആവശ്യപ്പെടും. അതേസമയം പാർട്ടിയിൽ നിന്നുയരുന്ന കടുത്ത സമ്മർദ്ദത്തിൽ മന്ത്രിമാരിൽ പലരും അസ്വസ്ഥരാണ്. അമൃത ന്യൂസ്, മലപ്പുറം. 5 പതിറ്റാണ്ട് കാലത്തെ അനിശ്ചിതത്വത്തിനും ഭൂതർക്കങ്ങൾക്കും ഒടുവിൽ പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്കും വീടൊരുങ്ങുന്നു. 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടുകളുടെ നിർമ്മാണത്തിന് മന്ത്രി റോജി M. ജോണിന്റെ നേതൃത്വത്തിൽ തറക്കല്ലിട്ടു. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ 7 കുടുംബങ്ങളും നിലവിലെ വീടുകളിൽ തുടരും. അരനൂറ്റാണ്ടിലധികമായി നിലനിന്നിരുന്ന ഭൂമി തർക്കത്തിനാണ് മലയിടംതുരുത്തിൽ ശാശ്വത പരിഹാരമായിരിക്കുന്നത്. ഏറെ ചർച്ചകൾക്കും നിയമപരമായ നടപടികൾക്കുമൊടുവിലാണ് പുനരധിവാസ പദ്ധതിക്ക് അന്തിമ രൂപമായത്. ഇതിന്റെ ഭാഗമായാണ് പുതിയ വീടുകളുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഓരോ കുടുംബത്തിനും 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടുകളാണ് സർക്കാർ മേൽനോട്ടത്തിൽ നിർമ്മിച്ചു നൽകുക. പറഞ്ഞ സമയത്തിനു മുൻപ് തന്നെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി റോജി M. ജോൺ പറഞ്ഞു. നമുക്ക് ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം തന്നെയാണ്. നമ്മൾ ആ പറഞ്ഞ സമയത്തിന് നേരത്തെ തന്നെ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്രയും വേഗത്തിൽ ഇവിടെ ഈ ശിലാസ്ഥാപന കർമ്മം നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചത്. 5 സെന്റ് സ്ഥലം വീതം ഓരോ കുടുംബങ്ങൾക്കും വിട്ടു നൽകാൻ ഭൂവുടമകൾ തയ്യാറായതോടെയാണ് കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകാതെ മലയിടംതുരുത്ത് ഭൂമിത്തർക്കം പരിഹരിക്കാൻ സാധിച്ചത്. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് വീടുകൾ ഒരുങ്ങുക. പുതിയ വീട് ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഉന്നതിയിലെ കുടുംബങ്ങളും. ഇത്ര നാളത്തെ സമരത്തിലെ ഞങ്ങൾക്കിന്ന് സന്തോഷമായി. ഞങ്ങൾ ജനിച്ച മണ്ണാണ്. ഞങ്ങളും മക്കളൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ തന്നെ ജീവിച്ചതാണ്. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ട് ഇങ്ങനെ തീരുമാനത്തിൽ വന്നപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമ്മൾ. പിന്നെ ഞങ്ങൾ നൂറ്റാണ്ടുകളും കാലങ്ങളും ജീവിച്ചതാണ്. ഞാൻ ജനിച്ച മണ്ണാണത്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയുള്ള പ്രവേശന വഴിയും ഭൂവുടമകളുടെ വസ്തുവുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് സംരക്ഷണ മതിലും നിർമ്മിക്കും. വലിയ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുക, അതുതന്നെയാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. പാരിയത്തുകാവ് ഇനി സമരഭൂമിയല്ല, വളരെ സമാധാനപരമായ ജീവിതത്തിലേക്ക് ഈ 7 കുടുംബങ്ങൾ കടക്കുകയാണ്. ക്യാമറാമാൻ ശശികാന്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. ദുബായിലെ പ്രധാന വിനോദ വിദ്യാഭ്യാസ ആകർഷണങ്ങളിലൊന്നായ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലെ നിലവിലെ പ്രദർശനങ്ങൾ ഈ വർഷം സെപ്റ്റംബർ പകുതിയോടെ അവസാനിക്കും. തുടർന്ന് വരും തലമുറയെ ലക്ഷ്യമിട്ടുള്ള അത്യാധുനിക സാങ്കേതിക അനുഭവങ്ങൾ ഒരുക്കുന്നതിനുള്ള വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മ്യൂസിയത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ സമഗ്ര മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത്. നവീകരണത്തിന് ശേഷം 2027 പുതിയ പ്രദർശനങ്ങളും ഇന്ററാക്റ്റീവ് അനുഭവങ്ങളും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനാണ് അധികൃതരുടെ ലക്ഷ്യം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയാണ് പുതിയ പ്രദർശനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്.
നിലവിൽ കുവൈറ്റിന് പുറത്ത് കഴിയുന്ന പ്രവാസികൾക്ക് രാജ്യത്തേക്ക് തിരിച്ചെത്തേണ്ട അവസാന തീയതി അറിയുന്നതിന് സഹൽ ആപ്പ് സംവിധാനത്തിൽ പുതിയ സേവനം ആരംഭിച്ചു. ആഭ്യന്തര മന്ത്രാലയമാണ് പുതിയ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്. ആശ്രിത വിസയിലുള്ളവരുടെ താമസാനുമതിയുടെ നിലവിലെ സ്ഥിതിയും അവസാന പ്രവേശന തീയതിയും പരിശോധിക്കാൻ സ്പോൺസർമാർക്കും സാധിക്കും. മേഖലയിലെ അടിയന്തര സാഹചര്യത്തെ തുടർന്ന് ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സേവനം. ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് സൗദി അറേബ്യ എക്കാലത്തും പ്രഥമ പരിഗണന നൽകുന്നതെന്ന് യുഎനിലെ സൗദി സ്ഥിരം പ്രതിനിധി അംബാസിഡർ ഡോക്ടർ അബ്ദുൾ അസീസ് അൽ വാസിൽ വ്യക്തമാക്കി. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ഊർജ്ജ പരിവർത്തനത്തിനായുള്ള നിർണായക ധാതുക്കൾ എന്ന വിഷയത്തിലുള്ള ഉന്നത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുവൈറ്റിലെ ജിലീബ് അൽ പ്രദേശത്തെ 1200ഓളം അനധികൃത കെട്ടിടങ്ങളിൽ ജലവൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയതായി പ്രാദേശിക അറബ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ജിലീബ് അൽ ഷുയൂഖ് മേഖലയിൽ നടത്തിയ സുരക്ഷാ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ജലവൈദ്യുതി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ തീരുമാനം. നിരവധി അനധികൃത കെട്ടിടങ്ങളിലെ ജലവൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. ഇവിടങ്ങളെ മുഴുവൻ താമസക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തു. മേഖലയിൽ ആഭ്യന്തര മന്ത്രാലയവും വിവിധ സർക്കാർ ഏജൻസികളും സംയുക്തമായി നടത്തിയ സുരക്ഷാ പരിശോധനയിൽ പ്രദേശത്ത് ഇനിയും 1200ഓളം അനധികൃത കെട്ടിടങ്ങൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യത്ത് നിയമലംഘകർക്ക് സ്ഥാനമില്ലെന്നും നിയമമെല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും ഇക്കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ലെന്നും ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് മുന്നറിയിപ്പ് നൽകി. കുവൈറ്റ് എയർവേസ് പലിശരഹിത തവണ വ്യവസ്ഥയിൽ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ടിക്കറ്റ് നൽകാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. കുവൈറ്റ് സെൻട്രൽ ബാങ്കിന്റെ അംഗീകാരമുള്ള പ്രമുഖ ഫിൻടെക് പ്ലാറ്റ്ഫോമായ ടാബിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിമാന ടിക്കറ്റ് നിരക്കുകൾ ഒന്നിച്ചടയ്ക്കുന്നത് മൂലം ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന സാമ്പത്തിക ഭാരം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ താൽപ്പര്യമുള്ള യാത്രക്കാർക്ക് ടിക്കറ്റ് തുക 4 ഗഡുക്കളായി അടയ്ക്കാൻ സാധിക്കും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യ ഗഡുവും ബാക്കി തുക തുടർന്നുള്ള 3 മാസങ്ങളിലുമായി അടച്ചു തീർത്താൽ മതിയാകും. തികച്ചും പലിശരഹിതമായും മറ്റ് നിരക്കുകളില്ലാതെയുമാണ് ഈ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത്. യുഎഇയുടെ കാർഷിക സംസ്കാരം ഉയർത്തിക്കാട്ടി ലിവ ഈന്തപ്പഴമേള ശ്രദ്ധേയമാകുന്നു. കൃഷി ഒരു ഉൽപ്പാദന മേഖല മാത്രമല്ല, രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയുടെ ശക്തമായ അടിത്തറയാണെന്നും യുഎഇയുടെ ചരിത്രത്തോടും സംസ്കാരത്തോടും അഭേദ്യമായി ബന്ധപ്പെട്ട മേഖലയാണെന്നും യുഎഇ ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. ലിവ ഈന്തപ്പഴമേള കർഷകരെ ആദരിക്കുകയും അവരുടെ അധ്വാനത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ദേശീയ വേദിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൃഷിയിടങ്ങളിൽ മികവ് കൈവരിക്കാനും ഉൽപ്പന്നങ്ങളിൽ നവീനത കൊണ്ടുവരാനും കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മേള നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ലിവ ഈന്തപ്പഴമേള പരമ്പരാഗത കൃഷിരീതികളെ സംരക്ഷിക്കുന്നതിനൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകളും പുതുമയാർന്ന കാർഷിക ആശയങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന വേദി കൂടിയായി മാറി. രാമ രാമ ജയ സീതാരാമ. കോട്ടയം രാമപുരത്ത് രാമായണ മാസത്തിലെ നാലമ്പല ദർശനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കർക്കിടകം 1 മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നായി ഭക്തജനങ്ങൾ രാമപുരത്തേക്ക് നാലമ്പല ദർശനത്തിനായി ഒഴുകിയെത്തും. 3 കിലോമീറ്ററിനുള്ളിൽ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് രാമപുരത്തെ 4 അമ്പലങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. മധ്യകേരളത്തിൽ നാലമ്പല ദർശനത്തിന് ഏറ്റവും പേരുകേട്ട സ്ഥലമാണ് രാമപുരം. 4 കിലോമീറ്ററിനുള്ളിൽ 4 ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ് രാമപുരത്തെ നാലമ്പല ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മധ്യകേരളത്തിൽ നാലമ്പല ദർശനത്തിന് ഏറ്റവും പേരുകേട്ട ക്ഷേത്രങ്ങളാണ് രാമപുരത്തേത്. വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഇവിടെ എത്തിയെന്നും ശ്രീരാമനെ പിന്തുടർന്ന് ഭരതനും ശത്രുഘ്നനും എത്തിയിരുന്നു എന്നുമാണ് ഐതിഹ്യം. പൂർവ്വജന്മ പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ നാലമ്പല ദർശനത്തിലൂടെ കഴിയുമെന്നാണ് വിശ്വാസം. ചാതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ കിഴക്ക് ദർശനമായുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അവിൽ നിവേദ്യം, ചതുശതം വഴിപാട് എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. രാമപുരം ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്ററോളം അകലെയാണ് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ആയുധങ്ങളേന്തിയ ചാതുർബാഹുവായ ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉത്തമ പങ്കാളിയെ ലഭിക്കുന്നതിനും മംഗല്യസിദ്ധിക്കും വേണ്ടിയുള്ള മഞ്ഞൾ പറയും സന്താനലബ്ധിക്കായുള്ള പൂജയുമാണ് ക്ഷേത്രത്തിലെ പ്രത്യേക വഴിപാടുകൾ.
5 ബ്രാഹ്മണ മനകളെ സൂചിപ്പിക്കുന്ന ഐമനക്കര എന്ന പേരിൽ നിന്നാണ് അമനകര എന്ന സ്ഥലനാമം ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. പടിഞ്ഞാറ് ദർശനമായുള്ള ഭരതസ്വാമി വിഗ്രഹമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. കേരളത്തിൽ തന്നെ ഭരതസ്വാമി ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. ദുരിത നിവാരണത്തിനായുള്ള ശംഖ് വഴിപാട്, ക്ഷേത്രാങ്കണത്തിനോട് ചേർന്നുള്ള കുളത്തിലെ മീനുകൾക്ക് തീറ്റ നൽകുന്ന മീനൂട്ട് വഴിപാട് എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയുടെ മാതൃകയായ മേദിരി ക്ഷേത്രം ശത്രുഘ്നസ്വാമിയുടെ പേരിലുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ്. സുദർശന ചക്ര സമർപ്പണം, കൂട്ടുപായസം, പാൽപ്പായസം സമർപ്പണവുമാണ് പ്രധാന വഴിപാടുകൾ. മേദിരി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ഉച്ചപൂജയ്ക്ക് മുമ്പ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിയാണ് നാലമ്പല ദർശനം പൂർത്തിയാക്കുക. രാമായണ മാസത്തിൽ നാലമ്പല ദർശനത്തിനായി ഭക്തലക്ഷങ്ങൾ ഓരോ വർഷവും രാമപുരത്തേക്ക് എത്താറുണ്ട്. ഇത് കണക്കിലെടുത്ത് ഇത്തവണയും നാലമ്പല ദർശന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വഴിപാടുകൾക്ക് നടത്തണമെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ എല്ലാം നാലമ്പല ദർശന കമ്മിറ്റി അതിന് ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഹെൽത്ത് സർവീസിൻ്റെ പ്രത്യേകം സേവനം ഉണ്ടായിരിക്കും. ഭക്തജനങ്ങൾക്കായി അന്നദാനവും വിപുലമായ പാർക്കിംഗ് സൗകര്യവും തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തവണ കർണാടകയിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 5 മുതൽ 7:30 വരെയും ദർശനം സാധ്യമാകും. രാമായണ ശീലുകൾ കേട്ടുണരുന്ന കർക്കിടക പുലരികളിൽ ഈ ക്ഷേത്രാങ്കണങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തരെ വരവേൽക്കാനായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. രാമപുരത്തു നിന്നും ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. സദ്ഗുരു ശ്രീമാതാമൃതാനന്ദമയി ദേവിയുടെ സ്നേഹ സന്ദേശവുമായി അമേരിക്കയിലെ സിയാറ്റിൽ നഗരത്തിൽ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ ദ്വിദിന സന്ദർശനം. സ്വാമിജിക്ക് ഹൃദ്യമായ സ്വീകരണം ഒരുക്കിയ ഇവിടത്തെ പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി. ആധുനിക ലോകത്തിന്റെ ശാസ്ത്ര സാങ്കേതിക തലസ്ഥാനങ്ങളിലൊന്നായ അമേരിക്കയിലെ സിയാറ്റിൽ നഗരത്തിൽ ആധ്യാത്മികതയും ഭൗതിക പുരോഗതിയും തമ്മിലുള്ള സമന്വയത്തിന്റെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു സ്വാമിജിയുടെ ഹ്രസ്വ സന്ദർശനം. Spirituality is more than just belief or appearance. It is not meant to be practiced solely weekly or when it suits you, nor is it merely a hobby. തുടർന്ന് നടന്ന ഭജനയിലും ധ്യാനത്തിലും പങ്കാളികളായവരെല്ലാം ഭക്തിയിൽ ലയിച്ചു. സ്വാമിജിയുടെ അമേരിക്കൻ പര്യടനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടികളിലുടനീളം വലിയ ഭക്തജന പങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മാതാമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസി സ്വാമി വേദാമൃതാനന്ദപുരിക്ക് ഹ്യൂമാനിറ്റേറിയൻ ലീഡർഷിപ്പ് ആൻഡ് കമ്പാഷൻ എക്സലൻസ് പുരസ്കാരം. ഏരീസ് ഗ്രൂപ്പിന്റെ ഇന്ത്യവുഡ് എന്റർടൈൻമെന്റ് കൺസോർഷ്യമാണ് പുരസ്കാരം നൽകിയത്. സമൂഹത്തിൽ മികച്ച മാറ്റങ്ങൾക്ക് പ്രചോദനമായ മത ആത്മീയ മേഖലയിലെ പ്രമുഖർക്കാണ് പുരസ്കാരം നൽകിയത്. സോഷ്യൽ ഇംപാക്റ്റ് ആൻഡ് ഹ്യൂമൻ വാല്യൂസ് എക്സലൻസ് പുരസ്കാരം ഫാദർ ബോബി ജോസ് കട്ടിക്കാടിന് ലഭിച്ചു. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി റിലീജിയസ് ഹാർമണി ആൻഡ് കമ്മ്യൂണിറ്റി പീസ് എക്സലൻസ് പുരസ്കാരവും ഏറ്റുവാങ്ങി. ആത്മീയ മൂല്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് പുരസ്കാരം ഏർപ്പെടുത്തിയതെന്ന് ഇന്ത്യവുഡ് ഫൗണ്ടർ ചെയർമാൻ സോഹൻ റോയ് കൊല്ലം പുനലൂരിൽ പറഞ്ഞു. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ കൂട്ടയോട്ടവുമായി ഇടുക്കി ആമയാർ MES സ്കൂൾ വിദ്യാർത്ഥികൾ. കൂട്ടയോട്ടത്തിൽ 3 കിലോമീറ്ററോളം സേനാപതി വേണു MLAയും ഒപ്പം ചേർന്നത് വിദ്യാർത്ഥികൾക്ക് ആവേശമായി. ഓപ്പറേഷൻ തൂഫാൻ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിലാണ് കേരളം. ഇതിന്റെ ഭാഗമാവുകയാണ് വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും. സേനാപതി വേണു അവരുകൾ അണിചേരുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ
നമ്മുടെ നാടും നഗരവും കൈകോർക്കുന്ന ലഹരിക്കെതിരെ വണ്ടൻമേട് ആമയാർ MES ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ഉടുമ്പൻചോല MLA സേനാപതി വേണു 3 കിലോമീറ്ററോളം കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. മാതാപിതാക്കൾ വലിയൊരു ആശ്വാസത്തോടെയാണ് ഓപ്പറേഷൻ തുഫാനെ കാണുന്നത്. പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടം അത് തുഫാന്റെ രൂപത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. അത് വലിയൊരു ആശ്വാസമാണ് നാട്ടിലുണ്ടായിരിക്കുന്നത്. കാരണം ലഹരിയുടെ വേറടക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. അത് ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് തൂഫാൻ ജാഗരൺ എന്ന പേരിൽ ചേറ്റുകുഴിയിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം സേനാപതി വേണു MLA നിർവഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ സ്കിറ്റും നടത്തി. അമൃത ന്യൂസ്, ഇടുക്കി. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാശിയേറെ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ എത്തി. കാൽപന്തിന്റെ ആവേശം വാനോളം ഉയർന്ന അറ്റ്ലാന്റ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ മിശിഹായുടെയും കൂട്ടരുടെയും ഉയർത്തെഴുന്നേൽപ്പിൽ അമ്പരന്നു. ഇംഗ്ലീഷ് പരീക്ഷ ജയിച്ച മെസ്സിയും കൂട്ടരും ഫൈനൽ പരീക്ഷയ്ക്ക് യോഗ്യത നേടി. അർജന്റീന ചരിത്രത്തിലേക്ക് ഒരു പടി കൂടി കടന്നു. പൊരുതി വീണ ഇംഗ്ലീഷ് പട കണ്ണീരോടെ മടങ്ങി. മുൻ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഫോർമാറ്റിൽ മാറ്റം വരുത്തിയാണ് ഇംഗ്ലീഷുകാരും അർജന്റീനയും ഏറ്റുമുട്ടിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലൂന്നി കളിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. എന്നാൽ രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. വലതുവിങ്ങിൽ നിന്നുള്ള മോർഗൻ റോജേഴ്സിന്റെ ക്രോസിലൂടെയാണ് ഗോർഡൻ അർജന്റീനയുടെ വല കുലുക്കിയത്. പിന്നീട് സ്ട്രൈക്കറായി കളിച്ച ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ അടക്കം ടീം പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങി. അതേസമയം ഒരു ഗോളിന് പിന്നിട്ട് നിന്ന അർജന്റീനയ്ക്ക് അപകടം മനസ്സിലായതോടെ ഇംഗ്ലീഷ് പോസ്റ്റിലേക്ക് ഇരച്ചു കയറി. അർജന്റീന മുന്നേറ്റം ശക്തമാക്കാൻ പകരക്കാരെ കളത്തിലുമിറക്കി. ഗോൺസാലസ്, റോഡ്രിഗോ ഡി പോൾ, ലൗട്ടാറോ മാർട്ടിനസ്, ഗോൺസാലോ മൊണ്ടിയേൽ എന്നിവർ വന്നു. അതോടെ വിങ്ങുകളിലൂടെയുള്ള ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടി. മെസ്സിക്ക് കൃത്യമായി സ്പേസ് ലഭിച്ചതോടെ താരം നിറഞ്ഞു കളിച്ചു. അർജന്റീനയെ പോലെ ഇംഗ്ലണ്ടും പകരക്കാരെ കളത്തിലിറക്കി. എന്നാൽ പ്രതിരോധത്തിനായിരുന്നു കോച്ച് ടുഷേൽ ഊന്നൽ നൽകിയത്. ഒരു ഗോൾ ലീഡിൽ 90 മിനിറ്റ് പിടിച്ചു നിൽക്കാമെന്ന് കണക്കുകൂട്ടിയ ഇംഗ്ലീഷ് പടയ്ക്ക് തെറ്റി. അർജന്റീന ഉണർന്നു കളിച്ചതോടെ ഇംഗ്ലീഷ് പ്രതിരോധത്തിൽ വിള്ളലുണ്ടായി. പലപ്പോഴും ഇംഗ്ലണ്ടിന്റെ പോസ്റ്റിലേക്ക് വന്ന ഷോട്ടുകൾ ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡ് തട്ടിമാറ്റി. തുടർച്ചയായി അർജന്റീന ഇംഗ്ലീഷ് ഗോൾ മുഖം വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അധിക നേരം പിക്ഫോർഡിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സമയം കടന്നു പോകുമ്പോഴും വാമോസ് ആരാധകരുടെ നെഞ്ചെടുപ്പ് കൂടി. അർജന്റീന തോൽക്കുമെന്ന് കരുതിയ നിമിഷങ്ങൾ. എന്നാൽ 85-ാം മിനിറ്റിൽ മെസ്സി ഒരുക്കിയ പാസിൽ നിന്നും എൻസോ ഫെർണാണ്ടസ് വലകുലുക്കിയതോടെ അറ്റ്ലാന്റ സ്റ്റേഡിയം കത്തിപ്പടർന്നു. സ്കോർ 1-1. ഗോൾ നേടിയതിന് പിന്നാലെയും അർജന്റീന ആക്രമണം കൂടുതൽ ശക്തമാക്കി. ഇഞ്ചറി ടൈമിൻ്റെ 2-ാം മിനിറ്റിൽ മെസ്സിയുടെ ക്രോസിന് തലവെച്ച് ലൗട്ടാരോ മാർട്ടിനസ് വിജയ ഗോളും കുറിച്ചു. പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമായിരുന്നു മെസ്സിയും ടീമിൻ്റേതും. അങ്ങനെ ഫൈനലിലെത്തിയ അർജന്റീന സ്പെയിനുമായി ഏറ്റുമുട്ടും. തുടർച്ചയായി 2ാം തവണയാണ് അർജന്റീന ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇംഗ്ലീഷ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.